ദൈവനാമത്തിന് മഹത്വം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ആരാധനയുള്ള വിധത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമാണ്, കൂടെ കേൾക്കാറുള്ളത്, ഉദ്ധരിക്കാറുള്ളതാണ്. റോമാലേഖനം 5-ാം അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ലഭ്യമായ നന്മകൾ പറയുക. ക്രിസ്തുവും ആദാമും തമ്മിലുള്ള താരതമ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദാമിലൂടെ പാപമുണ്ടായി, ശാപമുണ്ടായി, മരണമുണ്ടായി. ക്രിസ്തുവിലൂടെ അനുഗ്രഹമുണ്ടായി, രക്ഷയുണ്ടായി, ജീവനുണ്ടായി. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുക. 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ക്രിസ്തുവിൻ്റെ മരണം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മരണം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് എന്നുള്ളത്. ഇവിടെ പറയുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കാൻ എന്ന പ്രയോഗം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മരിക്കുക, അത് വ്യക്തിപരമായി പറയുന്നത് എനിക്ക് വേണ്ടി മരിക്കുക. അതും പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത എന്ന് പറയുന്നുണ്ട്. എബ്രായലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു. അങ്ങനെ പറയാവുന്ന ഒരേ ഒരു മരണമേ ഈ ഉലകത്തിലുണ്ടായിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. എനിക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഈ മരണത്തെ ആളുകൾ ഓർക്കുന്നത്, വിശ്വാസികൾ നന്ദി പറയുന്നത്, സ്തോത്രം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിൻ്റെ സാഹചര്യം പറയുന്നുണ്ട്. പാപികളായിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു അവസ്ഥയാണത്. മനുഷ്യൻ പാപിയാണ്. പാപിയായിരിക്കുമ്പോൾ, ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ, പിന്നെ 10-ാമത്തെ വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായി പാപിയാണ്. പാപി ആയതുകൊണ്ടാണ് ബലഹീനരായത്. ബലഹീനർ എന്ന് പറയും ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവർ. നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നേർന്നു നിൽക്കില്ല എന്ന് പറയുന്ന പോലെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തിയില്ല, ശക്തിയില്ല. പാപം അവനെ ആ നിലയിലാക്കുകയാണ്, ബലഹീനനാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അവിടെ മറ്റൊരു പ്രയോഗമുണ്ട്, അഭക്തർക്ക് വേണ്ടി. അപ്പം അഭക്തരായിരുന്നപ്പോൾ എന്നുള്ള ആശയമുണ്ട്. അഭക്തർ എന്ന് പറയുമ്പോൾ കേവലം ഭക്തിയില്ലാത്തവർ എന്നുള്ള ആശയമല്ല. പിന്നെയോ അധർമ്മികൾ, അനീതി ചെയ്യുന്നവർ, ദുഷ്ടന്മാർ എന്നുള്ള ഒരു വാക്കാണ് അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. അപ്പോൾ പാപം നമ്മെ ബലഹീനരാക്കുന്നു, അഭക്തരാക്കുന്നു, അധർമ്മികളാക്കുന്നു. മാത്രമല്ല, ശത്രുക്കളായിരുന്നപ്പോൾ 10-ാം വാക്യത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ അന്യോന്യമുള്ള ശത്രുവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവത്തോട് ശത്രുക്കൾ. അപ്പൊ പാപം മനുഷ്യനെ ദൈവത്തോട് ശത്രുക്കളാക്കി തീർത്തു. അപ്പൊ ഈ നിലയിൽ ഉള്ള അവസ്ഥയിലായിരുന്നപ്പോഴാണ് നമുക്ക് വേണ്ടി, അപ്പോഴാണ് അതിൻ്റെ ആ നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ആശയത്തിൻ്റെ ആഴം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവിടെ വേറെ പ്രയോഗമുണ്ട് 6-ാമത്തെ വാക്യത്തിൽ. നമുക്ക് അറിയാം, തക്ക സമയത്ത്. ഇപ്പൊ ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയാൻ തക്ക സമയത്താണ്. തക്ക സമയത്ത് അത് അവിടെ കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അവരെ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിൻ്റെ പുറകിലുള്ളതായിരിക്കുന്ന പദ്ധതി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും. തക്ക സമയം. വേദപുസ്തകത്തിൽ ഈ തക്ക സമയം, തക്ക കാലം, തക്ക തുണ, തക്ക പ്രതിഫലം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ ആശയം എന്താ? ദൈവത്താൽ നിശ്ചിതമായ, അതാണ് ഇതിൻ്റെ ആശയം. ദൈവത്താൽ നിശ്ചിതമായ സമയത്താണ്.
ആ ക്രിസ്തുവിന്റെ മരണമുണ്ടായിട്ടുള്ളത്. തക്ക സമയത്ത്. ഞാൻ പലപ്പോഴും ഈ ടി വിയിലൂടെയൊക്കെ നമ്മൾ ഈ റോക്കറ്റ് വിക്ഷേപണങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒടുവിലത്തെ 10 സെക്കൻഡാണ് നമ്മൾ കാണുന്നത്. 10, 9, 8 അങ്ങനെ 3, 2, 1, 0 അങ്ങനെ നമ്മൾ കാണുന്നത് 10 സെക്കൻഡ്. പക്ഷേ ചിന്തിക്കപ്പെടും എത്രയോ നാളുകൾക്ക് വർഷങ്ങൾക്ക് മുൻപൊക്കെ ശാസ്ത്രജ്ഞന്മാർ ആലോചിച്ച് തീരുമാനിച്ച്, മാത്രമല്ല അതിന്റെ കൗണ്ട് ഡൗൺ പോലും കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഒടുവിലത്തെ 10 സെക്കൻഡാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് ആ ലോകം സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ, അബ്രഹാമിന്റെ കാലത്ത്, അതുപോലെ ദാവീദിന്റെ കാലത്തൊക്കെ ആ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത അന്നത്തെ കാഴ്ചക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തക്ക സമയത്ത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള തക്ക സമയത്ത് അവന്റെ ജനനം അങ്ങനെയാണ്. തക്ക സമയത്ത് കാലസമ്പൂർണ്ണത വന്നപ്പോൾ എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തക്ക സമയത്ത് മരണം എങ്ങനെയാണ്? തക്ക സമയത്ത്. വീണ്ടും വരവ് എങ്ങനെയാണ്? തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിലാണ് തോന്നുന്നു അത് പറയുന്നുണ്ട്. തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പൊ ക്രിസ്തുവിന്റെ ജനനവും മരണവും പുനരാഗമനവും എല്ലാം തക്ക സമയത്താണ്, ദൈവിക പദ്ധതി പ്രകാരം. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ആ ഈ പദ്ധതികളൊക്കെ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. അത് കാണാൻ, അറിയാൻ, ഒരളവിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നത് എത്രയോ വലിയ അനുഗ്രഹകരമായ കാര്യമാണ്. ഇന്ന് രാവിലെ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ നിസ്തുല്യത, അതിനു മാത്രം നമുക്ക് ലഭ്യമായ നന്മ, രക്ഷ, ദൈവത്തിന്റെ പദ്ധതി ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ തുതിക്കാം. അതിനായി ചെറിയ ചിന്ത നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം എന്നും